3 2 ഇൻറ്റു 5 5 ഇൻറ്റു 7 2 3 4 ഇൻറ്റു 5 2 ഇൻറ്റു 7 4 3 5 ഇൻറ്റു 5 4 ഇൻറ്റു 7 3 ഇവയുടെ LCMും HCFും കാണുക. ഇതെല്ലാം എടുത്ത് താഴെ എഴുതി നമുക്ക് ആദ്യം LCM കാണണം. LCM കാണുമ്പോൾ ഇതിലത്തെ എല്ലാ സംഖ്യകളും കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 3 എടുക്കാം. 3 ഇതിൽ എല്ലാത്തിലും വരുന്നുണ്ട്. അതിൻ്റെ കൃതി ഏറ്റവും വലുത് നോക്കുക. 3 2 3 4 3 5 ഇവിടെ കൃതികൾ 2 4 5 ഏറ്റവും കൂടുതൽ 5 ആണ്. അപ്പോൾ ഈ 3 5 എടുക്കുക. 3 5 ഇൻറ്റു അടുത്തത് 5 ആണ്. ഇതുപോലെ 5ൻ്റെ എല്ലാതും എടുക്കുക. 5ൻ്റെ ഇവിടെ 5 5 5 2 5 4 ഏറ്റവും കൂടുതൽ കൃതി 5 ആണ്. അപ്പോൾ 5 5 എന്ന് എഴുതുക. 5 5 ഇൻറ്റു അടുത്തത് 7 ആണ്. 7 എല്ലാത്തിലും വരുന്നുണ്ട്. 7ൻ്റെ കൃതികളിൽ വലുത് ഇവിടെ 2 4 3 ഏറ്റവും വലിയ കൃതി ഇവിടെ 4 ആണ്. അപ്പോൾ 7 4 എന്ന് എഴുതുക. ഇതാണ് LCM. 3 5 ഇൻറ്റു 5 5 ഇൻറ്റു 7 4 ആണ് LCM. ഇനി HCF നോക്കുക. HCF ഇതിലെല്ലാത്തിലും വരണം, പൊതുവായി വരണം, പിന്നെ കൃതി ഏറ്റവും ചെറുതായിരിക്കണം. അപ്പോൾ 3 ഇവിടെ എല്ലാത്തിലും വരുന്നുണ്ട്. ഇവിടെ കൃതി 2 4 5 ഏറ്റവും ചെറിയ കൃതി 2 ആണ്. അപ്പോൾ 3 2 എന്ന് എടുക്കുക. 3 2 ഇൻറ്റു അടുത്ത 5 എല്ലാത്തിലും ഉണ്ടോ നോക്കുക. എല്ലാത്തിലും ഉണ്ട്. ഇവിടെ കൃതി 5 ഇവിടെ 2 ഇവിടെ 4 ഏറ്റവും കുറവ് ഇവിടെയാണ്. അപ്പോൾ 5 2 ഇടുക. 5 2 ഇൻറ്റു 7 എല്ലാത്തിലും ഉണ്ടോ. 7 എല്ലാത്തിലും ഉണ്ട്. കൃതി ഇവിടെ 2 ഇവിടെ 4 ഇവിടെ 3 ഏറ്റവും ചെറിയ കൃതി 2 ആണ്. അപ്പോൾ 7 2 2 3 ഇൻറ്റു 3 2 ഇൻറ്റു 5 4 2 5 ഇൻറ്റു 3 7 ഇൻറ്റു 5 2 2 4 ഇൻറ്റു 3 2 ഇൻറ്റു 5 4 ഇൻറ്റു 7 2 LCM HCF ഇവ കാണുക. ഇതെല്ലാം താഴേക്ക് എടുത്ത് എഴുതി. നമ്മൾ ആദ്യം LCM കാണുകയാണ്. LCM കാണുമ്പോൾ ഓരോന്ന് എടുക്കുക. അതിലേറ്റവും വലിയ കൃതി എടുക്കുക. 2 ക്യൂബ് 2 5 2 4 ഇവിടെ കൃതി 3 5 4 ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ 2 5 എന്ന് എഴുതുക. ഇൻറ്റു അടുത്തത് 3 ആണ്. 3 ഇവിടെ കൃതി 2 ഇവിടെ 7 ഇവിടെ 2 ആണ്. ഏറ്റവും വലിയ കൃതി ഇതാണ്. അപ്പോൾ 3 7 എന്ന് എഴുതുക. ഇൻറ്റു അടുത്ത 5 ആണ്. ഇവിടെ കൃതി 4 ഇവിടെ കൃതി 2 ഇവിടെ കൃതി 4 ഏറ്റവും വലുത് 5 4 ആണ്. 5 4 അടുത്ത സംഖ്യ 7 എന്നുണ്ട്. ഇത് എല്ലാത്തിലും ഇല്ല, പക്ഷേ എല്ലാത്തിലും വരണമെന്നില്ല. LCM എടുക്കുമ്പോൾ എല്ലാത്തിലും വരണമെന്നില്ല. ഇതിലത്തെ എല്ലാ സംഖ്യകളും നമ്മൾ എടുക്കണം. HCF എടുക്കുമ്പോഴാണ് എല്ലാത്തിലും വരണം എന്ന നിയമം. അപ്പോൾ അടുത്തത് 7 അത് ഇതിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൃതി 2 ആണ്. ഇൻറ്റു 7 2 ഇതാണ് LCM. അടുത്ത HCF. HCFിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും വരണം. ഏറ്റവും കൃതി ഏറ്റവും ചെറുതുമായിരിക്കണം. 2 3 2 5 2 4 ഇതിൽ ഏറ്റവും കൃതി ചെറുത് 3 ആണ്. അപ്പോൾ 2 3 ഇൻറ്റു അടുത്തത് 3 എല്ലാത്തിലും ഉണ്ട്. കൃതി 2 7 2 കൃതി ചെറുത് 2 ആണ്. 3 2 ഇൻറ്റു അതുപോലെ അടുത്തത് 5 എല്ലാത്തിലും ഉണ്ട്. കൃതി ഇവിടെ 4 2 4 ചെറിയ കൃതി 2 ആണ്. 5 2 ഇതാണ് HCF. A 5 B 3 C 2 A 4 B 4 C 4 A 6 B 4 C 6 ഇവയുടെ LCMും HCFും കാണുക. ആദ്യം ഇത് താഴെ എടുത്ത് എഴുതി നമുക്ക് LCM കാണാൻ പോവാണ്. LCM കാണുമ്പോൾ ഓരോന്ന് എടുക്കുക. അതിൻ്റെ വലിയ കൃതി എടുക്കുക. A 5 A 4 A 6 കൃതി വലുത് A 6 ആണ്. A 6 അടുത്തത് B 3 B 4 B 4 വലിയ കൃതി B 4 ആണ്. B 4 അടുത്തത് C നോക്കുക. C 2 C 4 C 6 വലിയ കൃതി 6 ആണ്. അപ്പോൾ C 6 A 6 B 4 C 6 ഇതാണ് LCM. HCF എല്ലാത്തിലും വരണം. ഏറ്റവും ചെറിയ കൃതി ആയിരിക്കണം. A 5 A 4 A 6 എല്ലാത്തിലും ഉണ്ട്. ചെറിയ കൃതി A 4 ആണ്. A 4 അടുത്തത് B 3 B 4 എല്ലാത്തിലും ഉണ്ട്. ചെറിയ കൃതി B 3 അടുത്തത് C എല്ലാത്തിലും ഉണ്ട്. C 2 C 4 C 6 ഏറ്റവും ചെറിയ കൃതി 2 ആണ്. C 2 A 4 B ക്യൂബ് C സ്ക്വയർ ആണ് HCF.